ഇവിടെ ഇത് അറിയുന്നവരും വർഷം ഒരിക്കലെങ്കിലും ഇവിടെ വരുന്നവരും നിരവധിയാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ചില കാര്യങ്ങൾ പറയാം. ഇതൊരു ക്ഷേത്രമല്ല കേട്ടോ, ഇതൊരു മനയാണ്. 1300 വർഷത്തോളം പഴക്കമുള്ള ഒരു മനയാണ്. പ്രത്യേകിച്ച് ഇവിടെ സർപ്പദോഷം മാറാനും സന്താന ഭാഗ്യം ഉണ്ടാവാനും ആയിരക്കണക്കിന് ഭക്തരുടെ ഒരു ആശ്രയമാണ് ഈ പാതിരിക്കുന്നത്ത് മന. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം അന്തർജനം പ്രസവിച്ചു. അപ്പോ ഒരു മനുഷ്യക്കുഞ്ഞും ഒരു നാഗവും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഉണ്ണിയോടൊപ്പം തന്നെ ആ നാഗവും വീടിനകത്തും പുറത്തും ഒക്കെ കളിച്ച് സദാസമയം ആ ഉണ്ണിക്കൊപ്പം തന്നെ ആയിരുന്നു അത്രേ. അപ്പൊ അത് കണ്ട് പേടിച്ച് പല ബന്ധുക്കളും പിന്നെ ഇങ്ങോട്ടേക്ക് വരാണ്ടായി. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുള്ള ആ നാഗം വടക്കിനിയിലെ ഒരു ശിലയിലേക്ക് അന്തർദാനം ചെയ്തു എന്നാണ് പറയുന്നത്. കന്നിമാസത്തിലെ ആയില്യം അതുപോലെ മണ്ഡലമാസം മുഴുവനും ഇവിടെ പ്രത്യേക പൂജകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതല്ലാതെ എല്ലാ ദിവസങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവും ഇല്ല. അതും ജാതി മതഭേദമന്യേ ഇവിടെ വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ ഒന്ന് നോക്കൂ, ആകെ ആരാധനയ്ക്കൊക്കെ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ പ്രകൃതി പോലും. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ എങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഷൊർണൂരിൽ നിന്ന് 12 കിലോമീറ്റർ, ചെർപ്പളശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ പുതിയൊരു അറിവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട.